അസുഖം വരുത്തി വെക്കും. ലൈറ്റ് ഇറക്കാനുള്ള കാണിക്കും. എന്റെ കുഞ്ഞിപ്പോ എവിടെയാണോ? ഒരാഴ്ചയായാലും ഒന്ന് കണ്ടിട്ട്. അത് കുത്തി കാണിക്കണതാ. ഒരു കത്തിന്റെ എഴുതി കൂടെ അവര് അന്വേഷിക്കാവുന്നതൊക്കെ അന്വേഷിച്ചു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? പത്രത്തിലൊരു പരസ്യം കൊടുത്താലോ? 2-3 ദിവസം കൂടെ കഴിയട്ടെ. പോലീസ് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടല്ലോ. അതൊക്കെ അറിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ ചെയ്യുന്നതൊക്കെ അബദ്ധാകുമെന്ന് എന്റെ ഭയം. ആ പോലെ വെട്ടിച്ചവും മാറിയോന്ന് എനിക്ക് സംശയം. അവനങ്ങനെ ചെയ്യില്ല, എനിക്ക് ഉറപ്പുണ്ട്. അത് ശരിയാ. അതിനവിടെ ബുദ്ധിയൊന്നും അവനില്ലല്ലോ. ശിവകുട്ടിയാണെന്ന് തോന്നുന്നു. ആരൊക്കെയാ? മനസ്സിലായില്ലല്ലോ. ഞങ്ങള് ശിവശങ്കരുടെ സുഹൃത്തുക്കളാണ്. ശിവനെത്തിയില്ലേ ഇതുവരെ? എന്റെ മകളുടെ ഇതുവരെ ഒരു വിവരമില്ല. ഒരു കത്ത് പോലും അയച്ചില്ലേ? അതല്ലേ സങ്കടം. ഞങ്ങളിവിടെ ആഘോഷത്തില. ഞങ്ങളും ആഘോഷത്തില. ശിവനെ കാണാത്തത് ചേട്ടനല്ലേ? അതെ. ഒന്ന് വരും, ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ പോയി അറിയിക്കൊള്ളു. ഇനിയിപ്പോ നമ്മുടെ എവിടെ അന്വേഷണം ചേട്ടാ? സംഗതി ആകെ പ്രശ്നമായല്ലോ. നിങ്ങൾ അവന്റെ കൂടെ ജോലി ചെയ്യുന്നവരാണ്. ഇപ്പൊ ഞങ്ങള് ഒരേ തൊഴിലിന്റെ അപ്പുറത്തും ഇപ്പുറത്ത് നിൽക്കുന്നവരാണ്. കഴിവതും സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. നിങ്ങൾ ആരാണ്? ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞാൽ മതി എന്നാണ് ഞങ്ങളുടെയും ആഗ്രഹം. ചേട്ടാ, സത്യം പറയും, ശിവശങ്കരൻ എവിടെയുണ്ട്? എനിക്കറിയില്ല. അത് ശരിയല്ല, നിനക്കറിയാം. എന്റെ മോളാണ് സത്യം. എനിക്കറിയില്ല. ഞങ്ങൾ ബന്ധിച്ചുണ്ടാക്കിയ പണത്തിന്റെ പങ്കുപറ്റാൻ ഇവിടെ എത്തിയിട്ട് ഒരറിവില്ലാതെ പിന്നെയും വെയിറ്റ് ചെയ്തിരിക്കാമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ചേട്ടൻ ഇനി ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ ചേട്ടന്റെ ജീവൻ രക്ഷിക്കുക. ശിവശങ്കരന്റെ ഈ ഭൂലോകത്ത് എവിടെയുണ്ടെങ്കിലും അവരെ കണ്ടെത്തും, കൊല്ലും. അങ്ങനെ രക്ഷിക്കാൻ നിന്ന് വെറുതെ നിങ്ങളുടെ ജീവൻ ഇല്ലാതാക്കണോ? ചേട്ടന് ഭാര്യയും കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ? ദേവി തന്നെ വിശ്വസിക്കണം. എനിക്കറിയില്ല. കൊല്ലരുത്. ജീവനെ കൊതിയുണ്ട്. അറിഞ്ഞാലല്ലേ പറയാൻ പറ്റൂ. ശരി. പിതാക്കറിയോ? അമ്മയ്ക്കറിയോ? ഇല്ല. അനിയത്തിപ്പെടില്ലേ അവരാണ്? അവർക്കറിയോ? ഇല്ല. പിന്നെ അവർക്കറിയാൻ പറയോ? ഇനി അവൻ അറിയുമെന്ന് അറിയില്ല. അറിയില്ലെന്നാണ് ഇവിടെ പറഞ്ഞത്. ചിലപ്പോ അറിയായിരിക്കും. അതെന്താ? അവർ രണ്ടുപേരും കൂടെ ഇതൊക്കെ ചെയ്തത്. പേര് കൊടുത്ത ശിവശങ്കരന്റെ മാത്രം. ഓഹോ, അപ്പൊ അവൻ ടാക്സിക്കാരൻ സുഹൃത്ത് മാത്രമല്ല അല്ലേ? ഉറക്കന്റെ വന്നല്ലേ? ഞങ്ങള് ടാക്സി ഡ്രൈവർമാരെ കണ്ടവരുണ്ടോ സാറേ? എപ്പോ ഒന്ന് വിളിച്ചാലും പോണം. സാറേ, സാറിവിടെ ഏത് വീട്ടിലാണ് പറഞ്ഞത്? അത് പുറത്തു പറയാൻ വിഷമമുണ്ട്. ചിന്ത വീട്ടിൽ മകളൊന്നുണ്ടാക്കാൻ അറിയുന്നതാണ് ബുദ്ധി. സോറി, നമുക്ക് സംസാരിക്കാം. അബുവിനെ ഇപ്പൊ സംഘടനയുടെ കിടപ്പ് മനസ്സിലായിട്ടുണ്ടാവില്ല. അബു ശിവശങ്കരൻ വെട്ടിക്കൊടുത്തത് നിങ്ങളെ വഞ്ചിക്കണമെന്ന് മനഃപൂർവ്വം വിചാരിച്ചിട്ടല്ല. കുറച്ച് പണം കിട്ടാനുള്ള മാർഗം മനസ്സിലായി. പക്ഷേ ചെയ്യുന്നത് വലിയ ചതിയല്ലേ? വലിയ റിസ്ക് എടുത്താണ് ഞങ്ങൾ ഈ ബിസിനസ് ചെയ്യുന്നത്. വെറും വിശ്വാസത്തിന്റെ മുകളിലാണ് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടത്തുന്നത്. നിങ്ങൾക്ക് 10-20 ലക്ഷം രൂപ കിട്ടും. പക്ഷേ ഞങ്ങൾക്ക് പോയത് 1 കോടിയാണ്. മാത്രമല്ല വിശ്വാസം നഷ്ടപ്പെട്ടില്ലേ? അതൊരു ചെറിയ കാര്യമുണ്ട്. ചെയ്തത് തെറ്റായിപ്പോയെന്ന് അറിയാം സർ. വെരി ഗുഡ്. പക്ഷേ തെറ്റ് ചെയ്തിട്ട് സ്കൂൾ കുട്ടികളെ പോലെ തെറ്റ് സമ്മതിച്ചിട്ടെന്നാലേ തെറ്റിനുള്ള ശിക്ഷ അതനുഭവിക്കണം.
ശിവശങ്കരനെ പോലെ അത്യാവശ്യമായിട്ടുള്ള പലർക്കും ഈ തെറ്റിയാനും തോന്നുന്നുണ്ട്. അവർക്കെതിൽ പാഠമാണ്. വേണ്ടേ? എന്നത് മാത്രമല്ല, ഈ തൊഴിൽ ചെയ്യുന്ന എല്ലാവരും അത് ആവശ്യപ്പെടും. അതുകൊണ്ട് ശിവശങ്കരനെ ഞങ്ങൾക്ക് വേണം. അവനെവിടെയുണ്ട്? എനിക്കറിയില്ല സർ. അബുവിനെ രക്ഷിക്കാവുന്ന വഴിയാണ് ഞാൻ നോക്കുന്നത്. അതുകൊണ്ട് അബു എന്നോട് സഹകരിക്കണം. ഫ്രാൻസിസ് എന്നെ പോലെയല്ല, പക്ഷെ അല്പ ചൂടാണ്. ഞാൻ പറഞ്ഞ സർ. ശിവശങ്കരനോട് ശരിക്കും സ്നേഹമുള്ളവരാണ്. അല്ലെങ്കിൽ നാളെ അവനെവിടെ മുഴുവൻ ഇവനെ ഇപ്പോൾ കൊണ്ടുവരും. എനിക്കിനി ജീവിക്കണ്ട. എന്റെ മോനെ അവര് കൊല്ലും. ഒന്നും ഉണ്ടാവില്ലമ്മേ. അതിനുള്ള വഴി ഞാൻ നോക്കിക്കൊള്ളാം. ഞാൻ ചെന്നിട്ട് ആർക്കെങ്കിലും നൽകിയിട്ട് ഭീഷണിക്കും. നീ കൂടി പോയാ ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ ഇവിടെ എങ്ങനെ ഒറ്റയ്ക്ക് കഴിയും? അല്ല, കുറച്ച് ദിവസം കൂടി നീ എന്റെ അടുത്ത് നിൽക്കണം. അമ്മയ്ക്കറിയും മോനെ പറ്റി വിഷമമുള്ളൂ. ഭാര്യനെ കൂടി ഇവിടെ ഒന്ന് കണക്കെട്ടാതെ കൈകൊണ്ട് മരിക്കണം. പല്ലിയിട്ട് പൊയ്ക്കോട്ടമ്മേ. അവിടെ പെരവിളി തുടങ്ങാൻ പോവില്ലേ? അതാ ഞാൻ ഈ ചോദ്യം കൊണ്ടത്. ഒരു ദിവസം നിശ്ചയിച്ച് ഉറങ്ങിയ അവസരം ഞാനില്ല, ഒന്നും ശരിയാവില്ല. ഞാൻ പോയിട്ട് ഇറങ്ങി വരാൻ വീക്ഷിച്ചു. അമ്മ ഇങ്ങനെ കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ പോവാ? പല്ലിയിട്ട് പുറപ്പെട്ടുള്ള അമ്മയെ ഞാൻ സമാധാനിപ്പിച്ചോളാം. എന്താ ചെയ്യുന്നത്? രമി, എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഉടനെ അറിയിക്കണം കേട്ടോ. ഞാൻ വരട്ടെ. ഞാൻ പോട്ടേക്കൂ. ഓ, ജീവനെ കൊതിയുള്ളവരൊക്കെ വേറെ സ്ഥലപ്പെടും. അതെന്താ അങ്ങനെ സംസാരം? അങ്ങനെയെങ്കിൽ അങ്ങനെ നിങ്ങൾ ജീവനെ കൊതിയില്ലാത്തതാരില്ല. ഞങ്ങളും അതെ. ഞങ്ങൾക്ക് ആ പണം വേണം. ആരട്ടാ, ഒരു ഉപകാരം ചെയ്യാനും അവര് വന്ന കാര്യവും പേശിപ്പെട്ട കാര്യവും അമ്മയോടും പ്രേമയോടും പറയാതിരിക്കാൻ വരും. എന്താ പറയാതിരുന്നത്? എന്താ പ്രയോജനം? പ്രയോജനമൊന്നുമില്ല. കുറച്ച് ദിവസം കൂടെ അത്രേ. ഞാൻ വേദനിക്കണ്ടല്ലോ. എതിരി തന്നെ വെച്ചിട്ടാണ് ആരട്ടം പോകുന്നത്. വരട്ടോ. സമയം വേണ്ട. വയ്ക്കും. അമ്മോ, ഇത്ര വിഷമിക്കാൻ എന്താ ഉണ്ടായി? ആരോ വന്ന് ബാലത്തെ ഇഷ്ടപ്പെടുത്തി. അത്രല്ലേ ഉള്ളൂ. ഇവൻ അത്ര മണ്ടനൊന്നുമല്ല. സ്വന്തമായിട്ട് എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാവും. ഈ തിക്കും തിരക്കും കഴിയുമ്പോൾ കയ്യിൽ വരും. എനിക്ക് തോന്നുന്നത് അവൻ കേരളം തന്നെ വിട്ടിട്ടുണ്ടാവുന്ന. ഇവിടെ ആരും ഇല്ലെന്ന് വിചാരിച്ചാൽ വിഷമിക്കുന്നത്. ഞാനില്ലേ ഇവിടെ? ഇനി നീ ഇവിടെ കിടന്നല്ലോ ചോദിക്കണ്ട. നല്ല നീ പോയിരുന്ന നാളേക്ക് വേറെ കാര്യങ്ങളോ അവിടെ എന്താ നീ പോലെ ഇക്കാലത്തെ കാണുമെന്ന് പറഞ്ഞ് വീട്ടിൽ വന്നതാ. കുട്ടിയാണ്. എന്റെ പേര് തങ്കം. കല്ലൂരിൽ ഒരു മരത്തിൽ വളർത്തിയ. ഇത് തരാൻ പറഞ്ഞു കൂട്ടുകാരൻ ശിവശങ്കരൻ. ശിവൻകുട്ടിയോ? അബുവിനെ ഞാൻ ജീവിച്ചിരിക്കുന്നു. ഉടനെ എന്നെ വന്ന് കാണണം. സ്ഥലവും മറ്റു കാര്യങ്ങളും തങ്കം പറഞ്ഞാലും സ്നേഹപൂർവ്വം ശിവൻ. എന്നാ മുതലെടുത്തിരിക്കണം? ഞാൻ പറഞ്ഞതേ പടച്ചോ നമ്മുടെ കൂടെ. ഞാനും വരട്ടെ പോലെ. എനിക്ക് അവനെ ഒന്ന് കണ്ടാ മതി. അത് വേണ്ടേ. ആദ്യം ഞാൻ ഒറ്റയ്ക്ക് പോകാം. നല്ല ചിലവാകും. ഏട്ടനെ കാണുമ്പോ ഒരു കാര്യം പറയണം. ആ പണം എനിക്ക് വേണ്ട, അമ്മയ്ക്കും വേണ്ട. ശരി, അവള് പറഞ്ഞു. എനിക്ക് അവൻ മാത്രം മതി.
ഉറക്കം വന്നോ ലക്ഷ്മി? ഇല്ല, ദീപാരാധന കഴിയുന്നവർ വന്നിട്ടില്ല. എവിടെ പോയ കുട്ടി? പുന്നാരിച്ച് പുന്നാരിച്ച് തലയിൽ കെട്ടി വെച്ചോ. ആ കുഞ്ഞ് അനുഭവിച്ചു. ആരോട് പോയി ഞാനറിയാം. ആരാരുടെ കുട്ടിയോട് ചോദിച്ചോ നീ? ഉച്ചയ്ക്ക് അവിടെ ചെന്നിരുന്നു അത്രേ. അവർക്ക് ആരോടെങ്കിലും പ്രത്യേകിച്ചു വല്ല അടുപ്പമോ പ്രേമോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ട് അറിയാമോ എന്നൊക്കെ